ഹലോ ഗൈസ്, നമുക്കിന്ന് പൂരി ഭാജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി കുക്കറിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ചേർക്കുക. അതിലേക്ക് അര സ്പൂൺ ഉപ്പ്, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. വെന്തതിലേക്ക് ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചു ചേർക്കുക. ക്യാരറ്റ് കഷ്ണങ്ങൾ ഉടക്കേണ്ടതില്ല. മറ്റൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കടുകും ഉഴുന്നും ചേർത്ത് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് അര സ്പൂൺ ഗരം മസാല ചേർക്കുക. ശേഷം കറിവേപ്പില, കുറച്ച് കുരുമുളക്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു സവാള നീളത്തിലരിഞ്ഞത് ഇവ ചേർത്ത് നന്നായി വഴറ്റി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് പാകപ്പെടുത്തുക. ഇനി പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 വലിയ കൈയിൽ ഗോതമ്പ് മാവിലേക്ക് അര കൈയിൽ റവയും എടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. കാണുന്നത് പോലെ ഉരുട്ടിയെടുത്ത് ഉരുളകളാക്കി തിരിച്ച് ഇത് പരത്തിയെടുക്കുമ്പോൾ ആവശ്യത്തിന് കട്ടിയോടുകൂടി ചെറിയ വട്ടത്തിൽ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അരികൾക്ക് അത്യാവശ്യം കട്ടി വേണം. ശേഷം വെജിറ്റബിൾ ഓയിൽ ചൂടാക്കിയെടുത്ത് അതിലേക്ക് നമുക്ക് ഈ പൂരികൾ ഇങ്ങനെ വറുത്തു കോരാം. ഈ രുചികരമായ പൂരി ഭാജി എല്ലാവരും തയ്യാറാക്കുക. സപ്പോർട്ട് ചെയ്യും.